ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതായത് എക്സാമ്പിളായിട്ടും ആവാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ആയിരിക്കാം. അപ്പം അതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത, ഞാൻ മലയാളത്തിൽ പറഞ്ഞ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അവസാനം നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്, കാരണം എൻ്റെ സഹോദരൻ ദുബായിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയണം. അറിയാം, ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട്, അല്ലേ? ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട്, ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് കാരണം ബിക്കോസ് മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ദുബായ്, അല്ലേ? മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ദുബായ്. സിമ്പിളായി നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് കാരണം എന്താണ്? എൻ്റെ സഹോദരൻ ദുബായിലേക്ക് പോകുന്നുണ്ട് എന്നാണ്, അല്ലേ? അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ടു ദ എയർപോർട്ട് ബിക്കോസ് മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ദുബായ്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, അവൻ കുറച്ചു മുമ്പ് ഫ്ലൈറ്റ് കയറി, അതിനുശേഷം ഞങ്ങൾ മടങ്ങി. ഇങ്ങനെ പറയാം, അവൻ കുറച്ച് മുമ്പ് ഫ്ലൈറ്റ് കയറി, അതിനുശേഷം ഞങ്ങൾ മടങ്ങി. ഇവിടെ കയറി എന്ന് പറയാൻ വേണ്ടിയിട്ട് ബോർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിമാനം, അതുപോലെ ട്രെയിന്, ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ വാഹനങ്ങളാണ്, അല്ലെ? നമുക്ക് നിന്ന് പോവാനുള്ള ആ ഒരു സ്പേസ് ഉള്ള വാഹനങ്ങളാണ്. സോ നമുക്കവിടെ ഗോട്ട് ഓൺ എന്ന് യൂസ് ചെയ്തും പറയാം. അപ്പൊ എങ്ങനെ പറയാം? ഹി ബോർഡഡ് ദ ഫ്ലൈറ്റ് എ വൈൽ അഗോ, അവൻ കുറച്ചു മുമ്പ് ഫ്ലൈറ്റ് കയറി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി റിട്ടേൺ, അതിനുശേഷം ഞങ്ങൾ മടങ്ങി. ഓക്കെ, ഹി ബോർഡഡ് ദ ഫ്ലൈറ്റ് എ വൈൽ അഗോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി റിട്ടേൺ. ഓക്കെ, ഇനി നമുക്കിത് ഗോട്ട് ഓൺ യൂസ് ചെയ്ത് എങ്ങനെ പറയാം? ബോർഡഡ് എന്നുള്ളതിന് പകരം നമുക്ക് ഗോട്ട് ഓൺ എന്ന് പറയാം. ഹി ഗോട്ട് ഓൺ ദ ഫ്ലൈറ്റ് എ വൈൽ അഗോ, അവൻ കുറച്ചു മുമ്പ് ഫ്ലൈറ്റ് കയറി. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. ആൻഡ് ദെൻ, അല്ലെ? ദെൻ, പിന്നീട് എന്നുള്ള ആ ഒരു മീനിങ്. ആഫ്റ്റർ ദാറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആൻഡ് ദെൻ വി കെയിം ബാക്ക്. കെയിം ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ മടങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്നു എന്നൊക്കെയാണ്. കെയിം ബാക്ക് യൂസ് ചെയ്യാം, റിട്ടേൺ യൂസ് ചെയ്യാം, അതുപോലെ ബോർഡേഡ് യൂസ് ചെയ്യാം, ഗോട്ട് ഓൺ യൂസ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സെന്റൻസ് പറയാം. അപ്പം ഹി ഗോട്ട് ഓൺ ദ ഫ്ലൈറ്റ് എ വൈൽ അഗോ ആൻഡ് then we came back എന്ന് പറയാം, അല്ലെങ്കിൽ and after that we returned. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി. എങ്ങനെ പറയാ? കുറച്ച് വലിയ സെന്റൻസ് ആണ്, നമുക്ക് സിമ്പിളായി പറയാം, അല്ലെ? അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിൻസ് യൂസ് ചെയ്ത് പറയാം. എങ്ങനെ പറയൂ? സിൻസ് വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. ഇവിടെ ഹാഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ്. കഴിക്കാത്തത് കൊണ്ട് എന്ന് പറയുമ്പം അവിടെ നെഗറ്റീവ് ആണല്ലോ. അപ്പം സിൻസ് വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ ആ ഹാഡ് എന്ന് പറയുന്നത് കഴിക്കുക എന്നാണ്. സിൻസ് വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് വി വർ വെരി ഹംഗ്രി, നല്ല വിശപ്പുണ്ടായിരുന്നു. വി വർ വെരി ഹംഗ്രി. ഓക്കെ, ഇനി എന്താ പറയുന്നത്? സോ വി വെന്റ് ഇൻ ടു എ ഹോട്ടൽ. സോ വി വെന്റ് ഇൻ ടു എ ഹോട്ടൽ, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ പോയി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കയറിയ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ്, ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വേറെ ഹോട്ടൽ തിരഞ്ഞു. ദാറ്റ് ഹോട്ടൽ ഡിഡ്ന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലേ? ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ ഡിഡ്ന്റ് ഹാവ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെ? സോ വി ലുക്ക്ഡ് ഫോർ അനദർ ഹോട്ടൽ. സോ വി ലുക്ക്ഡ് ഫോർ അനദർ ഹോട്ടൽ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേറെ ഹോട്ടൽ തിരഞ്ഞു. തിരിയുക, ലുക്ക്ഡ് ഫോർ. പാസ്റ്റ് ആയത് കൊണ്ട് ലുക്ക്ഡ് ഫോർ എന്ന് പറഞ്ഞു.
അവിടെ എവിടെയും വേറെ ഹോട്ടൽ ഇല്ല, അവിടെ എവിടെയും വേറെ ഹോസ്പിറ്റൽ ഇല്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അവിടെ എവിടെയും വേറെ ഹോട്ടൽ ഇല്ല. ഇവിടെ നമ്മളൊരു കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ there was no other hotel anywhere there. anywhere there എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എവിടെയും വേറെ ഹോട്ടൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം there was no other hotel anywhere there. ഓക്കെ, നെക്സ്റ്റ്. ഞങ്ങൾ ഹോട്ടൽ തിരയുമ്പോഴേക്കും അവൻ ദുബായിലെത്തി. നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഹോട്ടൽ തിരയുമ്പോഴേക്കും അവൻ ദുബായിലെത്തി, അല്ലെ? ദുബായിലെത്താനൊന്നും ഇന്ന് വലിയ സമയം വേണ്ട. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ പറയൂ? while we were searching for a hotel, ഞങ്ങൾ ഹോട്ടൽ തിരയുമ്പോഴേക്കും അല്ലെങ്കിൽ തിരയുന്ന സമയമായപ്പോഴേക്കും he arrived in Dubai, അല്ലെ? അവൻ ദുബായിലെത്തി. അപ്പോ while we were searching for a hotel, he arrived in Dubai. അവൻ ദുബായിലെത്തി. ഇനി നമ്മൾ ഈ സെന്റൻസ് ഇങ്ങനെ പറയാം, ഞങ്ങൾ ഹോട്ടലിൽ എത്തുമ്പോഴേക്കും അവൻ ദുബായിലെത്തി എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് by the time യൂസ് ചെയ്ത് പറയാം. by the time we reached the hotel, ഞങ്ങൾ ഹോട്ടലിൽ എത്തുമ്പോഴേക്കും he had arrived in Dubai. അവൻ ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, അവൻ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ജസ്റ്റ് കഴിഞ്ഞ പാടാണ് നമ്മൾ പറയുന്നത്. അവൻ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. had just called me. he had just called me എന്ന് പറയാം, അല്ലെങ്കിൽ he called me just now എന്ന് പറയാം. he called me just now. അവൻ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എൻ്റെ ഫോൺ നോക്കിയത്. ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്തത് അല്ലെങ്കിൽ നോക്കിയത്. എങ്ങനെ പറയാ? I checked my phone. ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തത് when I reached the airport. when I reached the airport, ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എൻ്റെ ഫോൺ ഞാൻ ചെക്ക് ചെയ്തത് എന്ന് കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. I checked my phone when I reached the airport. ഓക്കെ, ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാം? I had received many messages. I had received many messages. ഇവിടെ കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ട് നമ്മൾ had എന്ന് യൂസ് ചെയ്തു. അതായത് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ I had received many messages എന്ന് പറയേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, there were a lot of messages. there were a lot of messages. അല്ലെ? ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മളിവിടെ had or have has ഒക്കെ യൂസ് ചെയ്യും. എന്നാല് നമ്മൾ ചുമ്മാ പറയുകയാണെങ്കിൽ there were അല്ലെങ്കിൽ there is അല്ലെങ്കിൽ there was, നമ്മുടെ ടെൻസസിനനുസരിച്ച് നമുക്ക് മാറ്റാം. there were a lot of messages. ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ മെസ്സേജും നോക്കിയില്ല. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ മെസ്സേജും നോക്കിയില്ല. എങ്ങനെ പറയാം? ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് നെഗറ്റീവ് ആണല്ലോ. സിൻസ് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. സമയം ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറെ മുമ്പ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസ് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. സിൻസ് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം, I didn't check all the messages. So since I didn't have time, I didn't check all the messages. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ മെസ്സേജും നോക്കിയില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ മുഴുവൻ മെസ്സേജും നോക്കിയത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഇന്ന് രാവിലെയാണ് ഞാൻ മുഴുവൻ മെസ്സേജും നോക്കിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി ട്രൈ ചെയ്യുക. വേണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക, ചോദിക്കുക. അതുപോലെ തന്നെ ഏത് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.